ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിംഗ് സൗജന്യമായിട്ട് സൈക്കോളജി നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സംഘടിപ്പിക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ് എൻലൈറ്റ് എന്നുള്ളത്. ആ എൻലൈറ്റിൻ്റെ വ്യത്യസ്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു. ഈ ചാനലിൽ തന്നെ മുകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റും, ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ. അതിലൊന്നാമത്തെ യൂണിറ്റ് അതുമായി ബന്ധപ്പെട്ട വെബിനാർ നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ യൂണിറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വെബിനാർ ഇനി വരാനിരിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ യൂണിറ്റിൻ്റെ തുടക്ക ക്ലാസ്സുകൾ നമ്മൾ കണ്ടു. ഇനി അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അഞ്ചാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷന്, അതുപോലെ തന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷന്, മെമ്മറി, ലേണിംഗ് എന്ന് തുടങ്ങിയിട്ടുള്ള സൈക്കോളജിയുടെ കുറച്ച് കോർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റാണ് യൂണിറ്റ് 5 എന്നുള്ളത്. അപ്പം അഞ്ചാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളത് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ഏരിയകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാലും മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഏരിയകൾ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുപാട് ഏരിയകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് 5. പിന്നെ സൈക്കോളജി ആസ്പിറൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡിഗ്രി മുതലേ തന്നെ പഠിച്ചു വരുന്ന ഒരു ഏരിയ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചാമത്തെ യൂണിറ്റിലുള്ളതൊക്കെ. അറ്റൻഷൻ ആയിരുന്നാലും, സെൻസേഷൻ ആയിരുന്നാലും, പെർസെപ്ഷൻ ആയിരുന്നാലും, ലേണിംഗ്, മെമ്മറി എന്തായിരുന്നാലും ഇതൊക്കെ നമ്മൾ തുടക്ക ടൈമിൽ തന്നെ പഠിച്ചു വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. സോ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ചില ഏരിയകളിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ഡീപ്പായിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും ഡീപ്പായിട്ട് ചോദിക്കില്ല, ചിലപ്പം നമ്മൾക്ക് വളരെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ചോദ്യമാവും ചോദിക്കുക. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് കുറച്ച് എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് എന്തെന്നത് ഡിസ്കസ് ചെയ്യുന്നത്. 2 PYQ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞതിൻ്റെ അത് 2020 ചോദിച്ച 2 ക്വസ്റ്റ്യനുമായി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അറ്റൻഷൻ നമ്മൾ പഠിച്ച ഏരിയയാണ്. നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മൾ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അറ്റൻഷൻ എന്നുള്ളത്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിച്ചു, ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട ഏരിയകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പാർട്ടിൽ ഈ ഒരു 2 പാർട്ടിലും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് അറ്റൻഷൻ, അറ്റൻഷൻ്റെ ടൈപ്പ് എന്നുള്ളതാണ്. പിന്നെ തിയറീസ് ഓഫ് അറ്റൻഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് അറ്റൻഷനും തിയറീസ് ഓഫ് അറ്റൻഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ PYQ എന്നുള്ളത്, what do you call the attention that is drawn automatically to a stimulus without the intention of the participant? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2020 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാം. ഓക്കെ, കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. എന്താണ്, വാട്ട് ഡു യു കോൾ ദ അറ്റൻഷൻ ദാറ്റ് ഈസ് ഡ്രോൺ ഓട്ടോമാറ്റിക്കലി ടു എ സ്റ്റിമുലസ് വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടിസിപ്പൻറ്റ്? സോ നമുക്കറിയാം, ഒരു പാർട്ടിസിപ്പൻറ്റ് ഇൻറ്റൻഷനോട് കൂടി അല്ലാതെ ഒരു ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇനി നമ്മൾ ഓപ്ഷനിലോട്ട് പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഡിവൈഡഡ് അറ്റൻഷൻ. സോ നമ്മൾ അറ്റൻഷൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. രണ്ടാമത്തത് ഷാഡോയിങ്, മേ ബി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത്ര അങ്ങോട്ട് എത്താത്തൊരു ഏരിയ ആയിരിക്കാം. C എൻഡോജീനിയസ് അറ്റൻഷൻ ആൻഡ് D എക്സോജീനിയസ് അറ്റൻഷൻ. സോ എൻഡോജീനിയസ്, എക്സോജീനിയസ്, ഡിവൈഡഡ്, ഷാഡോയിങ്, ഈ 4 ഓപ്ഷനാണുള്ളത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കാത്ത ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ വരും. കാരണം എന്താ വെച്ചാൽ ഏത് ഓപ്ഷനാണ് ശരിത്തരം, നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട്, എന്താണ് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഓപ്ഷൻ അതില്ലെങ്കിൽ പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവും. സോ നമുക്ക് ഈ 4 കാര്യങ്ങളും അറിയണമെന്നുള്ളതാണ്. എങ്കിൽ രണ്ടാമത്തെ PYQ എന്താണ്, വിച്ച് മോഡൽ ഓഫ് അറ്റൻഷൻ സജസ്റ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഫിൽറ്റേർഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, based on the physical characteristics. ഒന്നാമത്തത് ട്രൈസ്മാൻസ് അറ്റൻഷൻ മോഡൽ, ട്രൈസ്മാൻ അറ്റനേഷൻ മോഡൽ. ഓക്കെ, ട്രൈസ്മാൻ അറ്റനേഷൻ മോഡൽ, ബ്രോഡ്ബാൻഡിൻ്റെ ഫിൽട്ടർ മോഡൽ, ഡഷ് ആൻഡ് ഡഷ് ലൈറ്റ് സെലക്ഷൻ മോഡൽ, പിന്നെ കോൺസ്മാൻ്റെ കപ്പാസിറ്റി മോഡൽ. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫിൽട്ടർ ചെയ്യുന്ന ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന് മുന്നായിട്ട് എന്താണ് അറ്റൻഷൻ എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷനിലൂടെ കിടക്കാം. Attention is a complex cognitive function which is essential for human behavior. It is an important mental process of the mental process like imagination, learning, thinking are neither possible or
നോർ യൂസ്ഫുൾ വിത്തൗട്ട് അറ്റൻഷൻ. സോ അറ്റൻഷൻ ഈ 5ാമത്തെ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അറ്റൻഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത് ഇനി നമ്മൾ പഠിക്കാനുള്ള സെൻസേഷൻ പെർസെപ്ഷൻ ആയിരുന്നാലും ശരി, അതല്ലെങ്കിൽ മെമ്മറി ആയിരുന്നാലും ശരി, ലേണിംഗ് ആയിരുന്നാലും ശരി, സൈക്കോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അറ്റൻഷന് വലിയൊരു റോൾ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സുപരിചിതമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ സ്ക്രീനിൽ ഒരുപാട് സ്റ്റിമുലസ് ഉണ്ട് അല്ലേ? ഒരുപാട് സ്റ്റിമുലസ് പറയുന്നതിൽ സുഖമായിട്ട് നമുക്ക് എന്താ പറയും, സെയിം ആയിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ട്, എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസും ഉണ്ട്. സെയിം എന്ന് പറഞ്ഞാൽ ആനയുടെ തലകൾ ഒരുപാടുണ്ട്. ആന തുമ്പിക്കൈ ആയിട്ട് മുന്നോട്ട് നോക്കുന്ന രൂപത്തിലുള്ള തലകൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്താ, ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്. ഇതിൽ നിന്ന് ആനയല്ലാത്ത ഒരു ജീവിയെ നിങ്ങൾ കണ്ടെത്താൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ആനകളുണ്ട്, ആന അല്ലാതെ അല്ലെങ്കിൽ ആട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന മറ്റൊരു ജീവി ഈ ഒരു സ്ക്രീനിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടെത്തുക. ജസ്റ്റ് നോക്കിയിട്ട്. ഓക്കെ, അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ട്, സെയിം ആയിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ആനയല്ലാത്ത ഒരു ജീവിയെ നിങ്ങൾ എന്ത് ചെയ്തു, കണ്ടെത്തി അല്ലേ? ഈ ഒരു ഭാഗത്ത്. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ അറ്റൻഷൻ എന്നുള്ളത്. അത് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ അറ്റൻഷൻ. ഇത്രയും സ്റ്റിമുലസിൽ നിന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ബാക്കിയുള്ളതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ പ്രോസസ് ഓഫ് അറ്റൻഷൻ എന്നുള്ളത്. അതിൻ്റെ തിയററ്റിക്കൽ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ്. Okay. Attention is defined as the act or state of applying the mind to something. It is the cognitive process of selectively concentrating on one thing or even by ignoring other things. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യാം, അറ്റൻഷനെ നമുക്ക് പറയാം. ഓക്കെ, when we attend to one stimulus, it is seen that we have removed other attention from other stimuli. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് ശരിക്ക് അതിനെ മറ്റൊരു രൂപത്തിൽ നമുക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റിമുലസിനൊക്കെ നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഒരു സ്റ്റിമുലസിന് എന്ത് ചെയ്തത്, അറ്റൻഷൻ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ഒന്നിന് കൂടുതൽ അറ്റൻഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ എന്നുള്ളത് ആ ഒരു തത്വം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് അറ്റൻഷൻ. അറ്റൻഷൻ്റെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിലൊന്നാമത്തെ ടൈപ്പാണ് സെലക്റ്റീവ് അറ്റൻഷൻ അഥവാ സെലക്റ്റീവ് അറ്റൻഷൻ. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് എന്താണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാം. ദ ആക്ട് ഓഫ് ഫോക്കസിങ് ഓൺ എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം വൈൽ സിമിൾട്ടാനിയസ്ലി ignoring irrelevant information that is also occurring is called selective attention. അത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിന് കൂടുതൽ സെലക്റ്റീവ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ അതിന് കുറച്ചും കൂടിയൊക്കെ ഫോക്കസ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ സെലക്റ്റീവ് ഇൻഫർമേഷൻ അറ്റൻഷൻ എന്നുള്ളതൊക്കെ. പിന്നെ ദ ഡിഗ്രി ടു വിച്ച് വൺ ക്യാൻ യൂസ് സെലക്റ്റീവ് അറ്റൻഷൻ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺസ് ആൻഡ് ഹിസ് എബിലിറ്റി ടു ഫോക്കസ് ആൻഡ് കോൺസെൻട്രേറ്റ്. ഒരാൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സെലക്റ്റീവ് അറ്റൻഷൻ കിടക്കുന്നത്. നമുക്കറിയാം വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രൂപത്തിലായിരിക്കും അത് ഉണ്ടാകുക. സോ അതാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ മനസ്സിലായല്ലോ സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ള. ഞാൻ കൂടുതലായിട്ട് ഈ ടൈപ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളൂ. ഓക്കെ, പിന്നെ സെലക്റ്റീവ് അറ്റൻഷൻ പ്രിവെൻറ്റ്സ് അസ് ഫ്രം ബീങ് ഫ്ലഡഡ് വിത്ത് എക്സ്ട്രീനിയസ് ഇൻഫർമേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺസെൻട്രേറ്റിംഗ് ഓൺ എ സ്മെൽ ഓഫ് ഫുഡ് ദെൻ ഷോസ് ഇൻ ദ ടെലിവിഷൻ. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഹങ്കർ ആയിരിക്കും. ആ ഒരു ഹങ്കറുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ടി വി ഷോനേക്കാളും എന്തിനായിരിക്കും, ഫുഡിൻ്റെ സ്മെല്ലിനായിരിക്കും നമ്മൾ സെലക്റ്റീവ് പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറ്റൻഷനാണ് ഡിവൈഡഡ് അറ്റൻഷൻ. ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു പേയിങ് അറ്റൻഷൻ ടു ടു തിങ്സ് അറ്റ് എ ടൈം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഒരു സമയത്ത് രണ്ട് ടാസ്കുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സ്റ്റിമുലസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമോ സെയിം ആയിട്ട്? സോ ഡിവൈഡഡ് അറ്റൻഷൻ പറയുന്ന കാര്യത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ടോക്കിംഗ് ഓവർ ഫോൺ ആൻഡ് ഡൂയിങ് കുക്കിംഗ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് മൾട്ടി ടാസ്കിങ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡഡ് അറ്റൻഷനെ പറയാം. സോ ഇവിടെ അറൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചുള്ള രണ്ട് രൂപത്തിൽ രണ്ട് സ്റ്റിമുലസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് അറ്റൻഡ് ചെയ്യാൻ അറ്റ് എ ടൈം പറ്റില്ല. ബട്ട് ഇവിടെ നടക്കുന്ന അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഡിവൈഡഡ് അറ്റൻഷൻ്റെ. ഇവിടെ നടക്കുന്നത് എന്താണ്, ഒന്ന് മേ ബി ഓട്ടോമാറ്റിക് പ്രോസസ് ആയിട്ടുണ്ടാവും, അഥവാ ഒന്ന് ഹാബിച്വൽ ആയിട്ടുള്ള അറ്റൻഷൻ ആയിട്ടുണ്ടാവും.
അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയാറുണ്ട്. സോ ഇവിടെ എന്താ പറയുന്നത്, റെഫേഴ്സ് പേയിങ് അറ്റൻഷൻ ടു 2 things. ഒരേ സമയത്ത് 2 നമ്മൾ പേ ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നായിരിക്കും എന്തായിരിക്കും, ഒന്ന് അൺകൺട്രോൾ ആയിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, മറ്റേ കൺട്രോൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, രണ്ടും ഒരേ സമയത്ത് നമ്മൾ ടാസ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. പിന്നെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഫോക്കസ് ഓൺ വൺ സ്പെസിഫിക് ടാസ്ക് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് സമയത്ത് നമ്മളൊരു ടാസ്കിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക വിത്തൗട്ട് എനി ഡിസ്ട്രാക്ട്. എന്ന് പറഞ്ഞാൽ വെൻ പീപ്പിൾ ആർ ഡൂയിങ് ഓൺ ക്യാൻവാസ്, ചിത്ര വരയ്ക്കുന്ന ആളുകളൊക്കെ മണിക്കൂറുകളോളം അതിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ, ഫിലിം എഡിറ്റിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ഒരുപാട് സമയം നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാം, എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്യാൻവാസിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, ഡ്രോയിങ് ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യാം. സോ അതാണ് എന്ത്, സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നുള്ളത്. അടുത്തത് എക്സിക്യൂട്ടീവ് അറ്റൻഷൻ. എക്സിക്യൂട്ടീവ് അറ്റൻഷൻ, ദ അറ്റൻഷൻസ് ദാറ്റ് വി യൂസ് വെൻ വി ആർ മേക്കിംഗ് സ്റ്റെപ്സ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ എൻഡ്. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറ്റൻഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വെൻ ചിൽഡ്രൻ പ്ലേ ബൈ കൺസ്ട്രക്ടിങ് എ സ്ട്രക്ചർ ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് ടോയ്സ് ഓർ ബ്ലോക്സ് അവൈലബിൾ, ദേ ഹാവ് ടു അറ്റൻഡ് ടു എ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നീഡഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ലൈക്ക് ബിൽഡിംഗ് കണക്ഷൻ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കളിപ്പാട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതലായിട്ട് എന്താ കൺസ്ട്രക്ഷൻ ലൈക്ക് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് ഇമ്പോർട്ടൻറ്റ് പാർട്സ് അടുത്തത് എന്താണ് വെക്കുക എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്താ കൂടുതൽ ഫോക്കസ്. അതിൻ്റെ ഗോൾ ഉണ്ട് അവിടെ. ഓക്കെ, അതാണ് എന്ത് എക്സിക്യൂട്ടീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്ത് അൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. അൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ്റെ ഒക്കെ വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ത്, കുക്കിംഗ്, റീഡിങ്, റെസിപ്പി ഫ്രം ദ ബുക്ക്. അതിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് എന്ത്, സ്വിച്ചിങ് ബിറ്റ്വീൻ വാട്സപ്പ് മെസ്സേജ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ത്, വാട്സപ്പിലുള്ള മെസ്സേജ് നോക്കും, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നേരെ ഫോണിലെടുത്തിട്ട് അത് റീസെൻ്റ് ആപ്പ് എടുത്തിട്ട് അസൈൻമെൻറ്റിലേക്കുള്ള നോക്കും. അല്ലെങ്കിൽ അങ്ങനെ റീസെൻ്റ് ആപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ മൾട്ടി ആയിട്ട് എന്ത് ചെയ്യലുണ്ട്, ഇതാക്കലുണ്ട്. പക്ഷെ മൾട്ടി മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു സമയത്ത് ശരിക്കും 2 ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇല്ല. അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, നമ്മൾ ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊരു സ്റ്റിമുലസിലേക്ക് പോകുന്നു, വീണ്ടും അതിലേക്ക് പോകുന്നു, വീണ്ടും ഇതിലേക്ക് പോകുന്നു. വി ഷിഫ്റ്റിംഗ് അവർ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ആൻഡ് മൂവ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടാസ്ക് ഹാവിംഗ് ഡിഫറെൻറ്റ് കോഗ്നിറ്റീവ് നീഡ്സ്. ഓക്കെ, വളരെ സിമ്പിളാണ്. കുക്കിംഗ് ഫ്രം റീഡിങ് എ റെസിപ്പി ഓഫ് എ ബുക്ക്. ഒരു ബുക്കിൽ നോക്കി നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്കിലേക്ക് നോക്കുന്നു, റെസിപ്പിയിലേക്ക് നോക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൗ ഇറ്റ് ഡിഫർ ഫ്രം ദ സസ്റ്റൈൻഡ് ആൻഡ് ഡിവൈഡഡ് അറ്റൻഷൻസ്. സോ ഫോക്കസിങ് കണ്ടിന്യൂസ്ലി ഓൺ വൺ ടാസ്ക്. നമുക്കറിയാം ഒരു ടാസ്കിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈൻഡ് അറ്റൻഷൻ. ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ട്രൈയിങ് ടു റീഡ് ദ റെസിപ്പി വൈൽ കുക്കിംഗ് അറ്റ് ദ സെയിം ടൈം. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, റെസിപ്പി വായിക്കുക, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി വായിക്കുക, രണ്ടും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡിവൈഡ് അറ്റൻഷൻ. എന്നാൽ ഇവിടെ അറ്റൻഷൻ, അൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് വായിക്കുന്നു, കുക്ക് ചെയ്യുന്നു, പിന്നെ ഡൗട്ടിനെ കൊണ്ട് പിന്നെയും തിരിച്ചു വരുന്നു, ബുക്ക് വായിക്കുന്നു, പിന്നെയും കുക്ക് ചെയ്യുന്നു. അങ്ങനെ അൾട്ടറായിട്ട് സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് അറ്റൻഷൻ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് റെഗുലേഷൻ. കോഗ്നിറ്റീവ് റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പ് ഓഫ് അറ്റൻഷൻ ആണ്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്നല്ല, ബട്ട് ബിക്കോസ് നമ്മുടെ ഈ PYQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏത് ഏരിയ എന്നാണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ്. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കോഗ്നിഷൻ റെഗുലേഷൻ അറ്റൻഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു എന്താണ്, ഇൻവോളണ്ടറി, വോളണ്ടറി, ഹാബിച്വൽ അറ്റൻഷൻ. 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഗ്നിറ്റീവ് റെഗുലേഷൻ? ചില സമയത്ത് നമ്മൾ ഹൈ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എഫേർട്ട് എടുക്കേണ്ടി വരും, ചിലപ്പോൾ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ചിലപ്പോൾ എന്ത് ചെയ്യണം, ലോ ലെവൽ കോഗ്നിറ്റീവ് റെഗുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ലോ ലെവൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എഫേർട്ട് നമ്മൾ എടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അറ്റൻഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. സോ കോഗ്നിറ്റീവ് റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മൾ അറ്റൻഷൻ്റെ ടൈപ്സ് നോക്കാം. ഒന്നാമത്തേത് എന്താണ്, ഇൻവോളണ്ടറി അറ്റൻഷൻ. ഇൻവോളണ്ടറി അറ്റൻഷൻ അഥവാ എക്സോജീനിയസ് അറ്റൻഷൻ. എക്സോജീനിയസ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ കോഗ്നിറ്റീവ് റെഗുലേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം എന്താ, നമ്മൾ അത്ര കോഗ്നിറ്റീവ് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല എക്സോജീനിയസ്. കാരണം എന്താണ്, at times the attention is diverted towards some other activities without any conscious effort. അത് നമ്മളൊരു എഫേർട്ട് എടുക്കാതെ നമ്മൾ അറ്റൻഷൻ ചേഞ്ച് ആവുക, മേ ബി അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഞാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊരു സ്റ്റിമുലസിലേക്ക് അറ്റൻഷൻ മാറുന്നതല്ല, മറിച്ച് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലും ആഗ്രഹിക്കാതെ, ഇൻഡിവിജ്വൽ ഒരിക്കലും എന്ത് ചെയ്യുക, അതിന് വേണ്ടി എഫേർട്ട് എടുക്കാതെ ഒരു അറ്റൻഷൻ ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊരു സ്റ്റിമുലസിലേക്ക് അറ്റൻഷൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ എക്സോജീനിയസ് അറ്റൻഷൻ അഥവാ ഇൻവോളണ്ടറി. അതിൽ എന്ത് ആൻസർ എന്താണെന്നുള്ളത്, ഇൻവോളണ്ടറി അറ്റൻഷൻ. ദിസ് ഇസ് നോൺ ആസ് ഇൻവോളണ്ടറി അറ്റൻഷൻ. എക്സാമ്പിൾ, ഈവൻ ത്രൂ വി മേ ലിസൺ ടു എ ലെക്ചർ വിത്ത് ഓൾ ഇൻട്രസ്റ്റ്.
നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി ഒരു ലെക്ചർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ലൗഡ് നോയ്സ്, അപ്പുറത്തുനിന്ന് ഒരു ലൗഡ് നോയ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അറ്റൻഷൻ എന്ത് ചെയ്യും, അതിലേക്ക് എന്ത് ചെയ്യും, മാറും. അവിടെ നമ്മൾ ഒരുപാട് കോഗ്നിറ്റീവ് എഫേർട്ട് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് അങ്ങനെ ഒന്നല്ല മാറുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്തു, അതിലേക്ക് മാറി. അതെന്താ കാരണം? ഇൻവോളണ്ടറി ആയിട്ടുള്ള അറ്റൻഷനാണ്. ഓക്കെ, അതാണ് ഇൻവോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് വോളണ്ടറി അറ്റൻഷൻ അഥവാ എൻഡോജീനിയസ് അറ്റൻഷൻ. ഹൈ കോഗ്നിറ്റീവ് റെഗുലേഷൻ. വെൻ ആൻ ഇൻഡിവിജ്വൽ ഡൈവേർട്ടഡ് ഹിസ് അറ്റൻഷൻ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ സിറ്റുവേഷൻ ഡെലിബറേറ്റ്ലി മേ നോട്ട് ഡൈവേർട്ടഡ് സ്പോണ്ടാനിയസ്ലി. നേരത്തെ എന്താണ് സംഭവിച്ചത്? അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ലൗഡ് നോയ്സിലേക്ക് അറ്റൻഷൻ പോയി. ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ടല്ല സംഭവിക്കുന്നത്, ബട്ട് ആഫ്റ്റർ സം സ്ട്രഗിൾ, കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, പഠിക്കണം, അങ്ങനെ ഒരു ഡിസിഷനൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇനി പഠിക്കണം, ഇനി അപ്പോൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനി എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം, നെറ്റിനാകെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളണ്ട് ഇരിക്കും. അവിടെ എന്താണ്, നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൂടുതലായിട്ട് ബുക്കിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സൈഡിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷൻ, നമ്മൾ മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുന്നു, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നു, സൈലൻ്റ് ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനലൊക്കെ അടയ്ക്കുന്നു, ഡിസ്ട്രാക്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതെന്താണ്, സം സ്ട്രഗിൾ ആണ്, ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. ദ സ്റ്റുഡൻസ് ഡൈവേർട്ട് ദെയർ അറ്റൻഷൻ ടുവേർഡ്സ് ദ ലെക്ചർ ഈവൻ ഇറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. നെറ്റ് എക്സാമിന് പഠിക്കുക എന്നുള്ള സംഭവം ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊള്ളണമെന്നില്ല, ചില സമയത്ത് എന്തായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ഒക്കെ പോകും. അപ്പോൾ അതിനെ തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം എന്താ, നമുക്ക് നെറ്റ് എക്സാം കിട്ടണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്വയം ആ ഒരു അറ്റൻഷൻ ഉണ്ടാക്കുകയാണ്. സോ അതാണ് എന്താണ് സം സ്ട്രഗിൾ ഓർ എഫേർട്ട് എന്നുള്ളത്. അതാണ് വോളണ്ടറി അറ്റൻഷൻ. പിന്നെ ഓട്ടോമാറ്റിക് അറ്റൻഷൻ, അത് ലോ കോഗ്നിറ്റീവ് റെഗുലേഷൻ. ഇവിടെ എന്താണ്, ഹൈ കോഗ്നിറ്റീവ് റെഗുലേഷൻ ആയിട്ട്. കാരണം എന്താ, നമ്മളെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഒക്കെ നല്ല എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. ഇതിലോ ലോ കോഗ്നിറ്റീവ് റെഗുലേഷനാണ്. കാരണം എന്താ, നമ്മളിപ്പം ഇൻ സം സിറ്റുവേഷൻ റിയാക്ഷൻ ടു സ്റ്റിമുലസ് ഓർ അറ്റൻഡിങ് ടു എ സ്റ്റിമുലസ് ബിക്കംസ് എ ഹാബിറ്റ്. ഒരു ഹാബിറ്റ് ആയി മാറിയാൽ, സോ ദ ഇൻഡിവിജ്വൽ വിൽ ഓട്ടോമാറ്റിക്കലി ഡൈവേർട്ട് ഹിസ് അറ്റൻഷൻ ടുവേർഡ്സ് ദാറ്റ് സ്റ്റിമുലസ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ സ്റ്റിമുലസിലേക്ക് അറ്റൻഷൻ എന്ത് ചെയ്യും, ഡൈവേർട്ട് ആവും. നോട്ട് ഫീലിംഗ് യുവർ വാച്ച് ഓൺ യുവർ റിസ്റ്റർ ആഫ്റ്റർ വിയറിങ് സം ടൈം. കുറച്ച് നേരം വാച്ച് കെട്ടിയാൽ അറിയാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഇപ്പം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂസിക്കായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്നുണ്ടെങ്കിൽ, മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എന്ത് ചെയ്യും, ആ ഒരു മ്യൂസിക്കിലേക്ക് പോകും. അതെന്താണ്, അത് ഹാബിച്വലായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം ഡെയിലി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെന്താണ്, ഓട്ടോമാറ്റിക് അതിലേക്ക് ശ്രദ്ധ എന്താ പറയുക, കോഗ്നിറ്റീവ് എഫേർട്ട് എടുക്കാതെ തന്നെ അതിലേക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തന്നെ അതിലേക്ക് പോവാം. സോ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്, ഓട്ടോമാറ്റിക് അറ്റൻഷൻ അഥവാ ഹാബിച്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? What do you call the attention that is drawn automatically to a stimulus without intention of participants? Without intention of participants. നോക്കാം, സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഡിവൈഡഡ് അറ്റൻഷൻ വരുമോ? ഇവിടെയും കൂടി നമ്മൾ മാർക്ക് ചെയ്തേക്കണം. എന്താണ്, വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടിസിപ്പൻറ്റ്. എൻ്റെ സ്വയം ഇൻറ്റൻഷനോട് കൂടി അല്ലാതെ സ്റ്റിമുലസ് മാറാട്ടോ, അറ്റൻഷൻ മാറാണ്. ഓക്കെ, ഡിവൈഡഡ് അറ്റൻഷൻ ആണോ? അല്ല. എന്താണ്, ഫോക്കസിങ് ഓൺ മോർ ദാൻ വൺ ടാസ്ക് അറ്റ് ദ സെയിം ടൈം. സോ അതല്ല. ഷേഡോയിങ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ബട്ട് ഷേഡോയിങ് എന്ന് പറഞ്ഞാൽ ടെക്നിക് യൂസ് ഇൻ ദ അറ്റൻഷൻ എക്സ്പെരിമെൻറ്റ്സ് ലൈക്ക് ഡൈക്കോട്ടിക് ലിസണിൽ യൂസ് ചെയ്യുന്നതാണ് ഷേഡോയിങ് എന്നുള്ളത്. ആ ഡൈക്കോട്ടിക് ലിസണിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതും എന്തല്ല, ഇതിൻ്റെ ആൻസർ അല്ല. മൂന്നാമത്തത് എൻഡോജീനിയസ് അറ്റൻഷൻ. എന്താ എൻഡോജീനിയസ് അറ്റൻഷൻ? ഇറ്റ്സ് വോളണ്ടറി, ഗോൾ ഡയറക്റ്റഡ് അറ്റൻഷൻ. അത് വോളണ്ടറി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ എഫേർട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അറ്റൻഷനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതുമല്ല. അപ്പോൾ എന്താണ് എക്സോജീനിയസ് അറ്റൻഷൻ? എന്താണ്, വോളണ്ടറി സ്റ്റിമുലസ്, ഇൻവോളണ്ടറി സ്റ്റിമുലസ് ഡ്രൈവൻ അറ്റൻഷൻ. അപ്പം ഏതാണ് ആൻസർ വരിക? എക്സോജീനിയസ് അറ്റൻഷൻ. കാരണം എന്താ എക്സോജീനിയസ് അറ്റൻഷൻ വരാനുള്ള കാരണം എന്താ? അറ്റൻഷൻ ദാറ്റ് ഈസ് ഡ്രോൺ ഓട്ടോമാറ്റിക്കലി ടു എ സ്റ്റിമുലസ്. മറ്റൊരു സ്റ്റിമുലസിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രോൺ ചെയ്യാണ് വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടിസിപ്പൻറ്റ്. ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യാണ്. ഏത് ടൈപ്പ് ഓഫ് അറ്റൻഷനാണ്? എക്സോജീനിയസ് അറ്റൻഷൻ. സോ നമ്മൾ മനസ്സിലാക്കുക, ഈ എക്സോജീനിയസ് എന്നുള്ള പേര് മേ ബി നമ്മൾ പഠിക്കുമ്പോൾ ഇൻവോളണ്ടറി എന്നുള്ള പേരിലായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്താണ്, കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കൊടുക്കുക. അതിന് മറ്റൊരു പേരുണ്ടെങ്കിൽ, ഇപ്പം ഹാബിച്വലിന് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ തിയറിക്ക് ഓരോ ടൈപ്പ് ഓഫ് അറ്റൻഷന് വ്യത്യസ്ത പേരുകളുണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
ഓക്കെ, സോ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ രണ്ടാമത്തെ പാർട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ തിയറിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അറ്റൻഷൻ്റെ തിയറികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവും രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ്, അതുപോലെ തന്നെ യൂട്യൂബ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.